اوف כבר اوف נו תוריד ידיים, תוריד, רוח רגיל, יאללה. רוץ כבר. കണ്ടു നിൽക്കാൻ കഴിയുന്നുണ്ടോ നിങ്ങൾക്ക്? ഇത്തരം ക്രൂരതകളാണ് ഓരോ ദിവസവും വെസ്റ്റ് ബാങ്കിലും ഫലസ്തീനിന്റെ മറ്റു പ്രദേശങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്നത്. മനുഷ്യനെ മനുഷ്യനായി കാണാൻ കഴിയാത്ത ലോകത്തെ ഏറ്റവും വലിയ ടെററിസ്റ്റ് വിഭാഗമാണ് സയനിസ്റ്റുകൾ. 1939-45 കാലഘട്ടങ്ങളിൽ ഹിറ്റ്ലർ ചെയ്തു കൂട്ടിയ ക്രൂരമായ വിനോദങ്ങൾ അതുപോലെ അനുകരിക്കുകയാണ് സയനിസ്റ്റുകൾ ചെയ്യുന്നത്. ജർമ്മനിയുടെ രോഗാണുക്കളാണ് ഇവരെന്നും രോഗാണുക്കളെ നശിപ്പിക്കാതെ രോഗം മാറുകയില്ല എന്നും അതുകൊണ്ട് ഫൈനൽ സൊല്യൂഷൻ എന്ന നിലക്ക് ജർമ്മനിയിലും പരിസര പ്രദേശങ്ങളിലും ഉണ്ടായിരുന്ന ജൂതന്മാരെ തീവണ്ടികളിലും മറ്റും കൂട്ടമായി കൊണ്ടുവന്ന് ഗ്യാസ് ചാമ്പറുകളിലിട്ട് പോയിസൺ നൽകി അതുപോലെ വെടിവെച്ചു കൊന്ന് ക്രൂരമായ പ്രവർത്തനങ്ങളിലൂടെ എലികളിലും മറ്റും ഇന്ന് നടത്തുന്ന പരീക്ഷണങ്ങൾ പലതും നടത്തപ്പെട്ടത് ഈ ജൂതവർഗത്തിലായിരുന്നു. അങ്ങനെ 60 ലക്ഷത്തോളം വരുന്ന ജൂതന്മാരെ ഭൂമുഖത്ത് നിന്ന് ഇല്ലാതെയാക്കലോടുകൂടെയാണ് രണ്ടാം ലോക മഹായുദ്ധം പര്യവസാനിക്കുന്നത്. അതിനുശേഷം ലോകത്തിന്റെ പല ഭാഗങ്ങളിലായി ചിന്നിച്ചിതറിയ ജൂതവർഗത്തെ 2 കൈകളും നീട്ടി സ്വീകരിച്ച മണ്ണാണ് ഫലസ്തീനിന്റെ മണ്ണ്. വിശാലമായി കിടക്കുന്ന എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ടായിരുന്ന ഫലസ്തീനിന്റെ മണ്ണ് ഒരു ചതിപ്രയോഗത്തിലൂടെ സയനിസ്റ്റുകൾക്ക് ചെറിയൊരു ഭാഗം നൽകി. പിന്നീട് അവർ കയ്യേറി ഫലസ്തീനിന്റെ മണ്ണ് മുഴുവൻ പിടിച്ചെടുക്കുന്ന അവസ്ഥയിലേക്ക് എത്തി. കഴിഞ്ഞ ദിവസം ഇസ്രായേലിൽ ഒരു പുതിയ നിയമം പാസാക്കപ്പെട്ടു. ഫലസ്തീനികൾക്കെതിരെ വധശിക്ഷ നടപ്പാക്കാൻ അവിടുത്തെ സൈനിക കോടതിക്ക് എല്ലാവിധ അവകാശങ്ങളും നൽകുന്നു. ആ നിയമം പാസാക്കപ്പെട്ടപ്പോ ഇസ്രായേൽ ദേശീയ സുരക്ഷാ മന്ത്രി മദ്യം പൊട്ടിച്ച് ആഘോഷിക്കുന്നതും ഫലസ്തീൻ തടവുകാരുടെ ജയിലിന്റെ മുമ്പിൽ വെച്ച് ആർപ്പുവിളികൾ നൃത്തമാടുന്നതുമൊക്കെ ലോകം കാണുകയാണ്. എന്നെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തുന്നത് ഇതെല്ലാം ലോകത്തിന്റെ മുമ്പിൽ നടക്കുന്നത് കൃത്യമായി ലോകം കണ്ടിട്ടും ആരും അത് കണ്ടതുപോലും നടിക്കുന്നില്ല. അള്ളാഹുവിന്റെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുസ്ലിം ലോകത്തോട് നൽകിയ നിർദ്ദേശങ്ങളാണ് ഈ സമയത്തും വെസ്റ്റ് ബാങ്കിലെയും ഗസയിലെയും അങ്ങനെ പീഡനം അനുഭവിക്കുന്ന ആളുകൾക്ക് മുഴുവനും മുന്നോട്ടു പോകാനുള്ള എനർജിയായി മാറുന്നത്. അവസാന കാലഘട്ടം വരുമ്പോ കണ്ണും കാതും അടപ്പിക്കുന്ന അക്രമങ്ങൾ, അനീതികൾ ഒന്നിന് പുറകെ ഒന്നായി വന്നുകൊണ്ടിരിക്കും. അതൊക്കെ നമ്മൾ നേരിടേണ്ടി വരും. ഈ സമയത്ത്